പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്ന് അറിയാം എന്നതിനെക്കുറിച്ചാണ്. ഇതൊരു ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇത് നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ബാധകമായിരിക്കും. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു പൈലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ കാർഡിലേക്ക് പോകാം. മൂൺ എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനമാണ് നോക്കുന്നത്. തീർച്ചയായിട്ടും അവർ നിങ്ങളെ സ്നേഹിക്കാതിരുന്നപ്പോൾ, അവർ നിങ്ങളെ അവഗണിച്ചപ്പോൾ അവർക്കുണ്ടായത് ബാഡ് എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ചില ആളുകൾ അവരോട് ചില കള്ള വ്യാജ വാർത്തകൾ കൊടുത്തു. നിങ്ങളും അവരും തമ്മിൽ പിരിയാൻ വേണ്ടി, തെറ്റുവാൻ വേണ്ടി ചിലർ നടത്തിയ ഗൂഢാലോചനയിൽ അവർ വീണിട്ടുണ്ട്. നിങ്ങളെ അവിശ്വസിക്കുന്ന തരത്തിലുള്ള ചില മോശപ്പെട്ട സുഹൃത്തുക്കൾ അവർക്ക് ഉണ്ട്. അവരുടെ സ്വാധീനം എന്നല്ല പറയേണ്ടത്, അവരുടെ ദുസ്വാധീനത്താൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അവിശ്വസിച്ചു എന്നുള്ള കാര്യം സത്യമാണ്. ഒരു തെറ്റിദ്ധാരണയെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. ഭയമുണ്ടായി. അവർ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ചില നുണക്കഥകളും ചില തെറ്റായ അപകടങ്ങൾ വരുന്നു എന്നുള്ള വാർത്തകളും നിങ്ങളെ മോശമാക്കുന്നതിന് വേണ്ടി അവർക്ക് ചിലർ നൽകിയിട്ടുണ്ട്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റുക എന്നുള്ളതാണ്. അവർ നേരക്കല്ല അവരുടെ പ്രവർത്തനങ്ങൾ. അവർ രഹസ്യമായിട്ടാണ് നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിരിക്കുന്നത്. പക്ഷേ ഒരുപാട് ശത്രുക്കൾ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്. പറയാതിരിക്കാൻ കഴിയില്ല. അവർ പക്ഷെ വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങളെ ചതിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ മികച്ച ബന്ധം ഉണ്ടാവരുതെന്നുള്ള രീതിയിൽ ഇല്ലാത്ത അപകടങ്ങളെ ഉണ്ടെന്ന് പറഞ്ഞ്, ഉള്ള അപകടങ്ങളല്ല എന്നും പറഞ്ഞ് ജീവിതത്തിൻ്റെ മൊത്തം താളത്തെ തെറ്റിക്കാനായിട്ട് അവർ ശ്രമങ്ങൾ നടത്തുന്നു. അവരുടെ ശ്രമങ്ങൾ വിജയിക്കില്ല. അവർ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ വിശ്വാസമില്ലെങ്കിൽ അത് ചിലപ്പോൾ വിശ്വസിച്ചേക്കാം. പക്ഷേ ആ വ്യക്തിക്ക് അതിന് കൃത്യമായ ഒരു ദൂഷ്യം ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ വ്യക്തിയോട് പറയാനുള്ളത്, എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. എല്ലാവരും പറയുന്നത് അപ്പാടെ വിഴുങ്ങരുത്. അതിൻ്റെ പേരിൽ ആത്മാർത്ഥതയുള്ളവരെ അവിശ്വസിക്കുന്ന ഒരു നിലപാട് നിങ്ങളുടെ വ്യക്തി സ്വീകരിച്ചാൽ വലിയ തരത്തിലുള്ളൊരു കുഴപ്പത്തിലേക്ക് എത്തും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ചില ഇടിവുകൾ സംഭവിക്കും. പക്ഷേ അത് തെറ്റായിട്ടാണ്. അവസാനം നിങ്ങളുടെ വ്യക്തി കുറ്റബോധത്താൽ നിങ്ങളിലേക്ക് തിരിച്ചു വരും, അല്ലെങ്കിൽ അവരുടെ അവിശ്വാസം മാറും എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷെ ചെറിയ തെറ്റിദ്ധാരണ ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നു. അടുത്ത കാർഡിലേക്ക് നാം പോകുമ്പോഴാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ആരൊക്കെയാണോ തുടക്കത്തിൽ നിങ്ങളെക്കുറിച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ കൃത്യമായൊരു ആത്മാബന്ധം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ തെറ്റിക്കാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് അവിശ്വാസം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് നിങ്ങളുടെ വ്യക്തിയെ കണ്ട് ഗൂഢാലോചന നടത്തി അവരെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ച ആ ദുഷ്ടശക്തികൾ, മോശമായ ആളുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ അധികകാലം നീണ്ടു നിൽക്കില്ല. അത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ അവരെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അവരുടെ കാപട്യം നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നുകിൽ നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാകാം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സ്വയം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാകാം. അവരുടെ കാപട്യങ്ങൾ ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ കാപട്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് കൃത്യമായ രൂപരേഖ കിട്ടി. ഏതാണ് നല്ലതെന്നും ഏതാണ് വിജയമെന്നും ഏതാണ് തെറ്റെന്നും ഏതാണ് തൻ്റെ ലക്ഷ്യമെന്നും ഏതാണ് വിജയമെന്നും ഒക്കെ മനസ്സിലായി. ആരാണ് തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ ശ്രമിച്ചത്, അതെല്ലാം ആ വ്യക്തി കണ്ടെത്തിയിട്ടുണ്ട്. ആ വ്യക്തിക്ക് ഇനി അതെല്ലാം കൃത്യമാക്കാനും നിങ്ങൾ തമ്മിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറാനും കാരണമാകും. നുണ പറഞ്ഞവരെ ആ വ്യക്തി
കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ആ വ്യക്തിക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഭാഗ്യം ഈശ്വരൻ നൽകിയിരിക്കുന്നു. മൂന്നാമത്തെ കാർഡ് കാണിച്ചു നൽകുന്നത് ആ വ്യക്തി തൻ്റെ തെറ്റ് തിരുത്തുന്ന ഒരവസ്ഥയാണ്. ആ വ്യക്തിക്ക് എവിടെയാണോ തെറ്റ് പറ്റിയത്, ആ വ്യക്തിക്ക് എങ്ങനെയാണ് തെറ്റ് പറ്റിയത്, ആ വ്യക്തി ആ തെറ്റ് തിരുത്തുന്ന നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ വ്യക്തി തനിക്ക് പറ്റിയ തെറ്റ് തിരുത്തുന്നതിന് ഇഷ്ടപ്പെടുന്നു, തനിക്ക് പറ്റിയ തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ ആ വ്യക്തിക്ക് മാപ്പ് നൽകുകയും നിങ്ങൾ ആ വ്യക്തിക്ക് മാപ്പ് നൽകുകയും അങ്ങനെ ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ പഴയതുപോലെ ഹൃദയബന്ധം ഇഴുകിച്ചേർന്ന് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. നിങ്ങൾ രണ്ടുപേരും പരസ്പര വിശ്വാസവും പരസ്പര സാന്നിധ്യവും ഒക്കെ ആയിട്ട് പോകുന്നു. ഒരു കുടുംബം എന്നുള്ള പശ്ചാത്തലത്തിൽ ആത്മാർത്ഥത പുലർത്തി പൂർണ്ണമായ സംരക്ഷണം നൽകി മുന്നോട്ട് പോകുന്ന ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടുന്നു. അങ്ങനെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നിങ്ങൾ ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ വലിയൊരു സ്ഥാനം നിങ്ങൾക്കതുവഴി ലഭിക്കുകയും ചെയ്യുന്നു. അടുത്ത കാർഡ് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ കഴിയും. ഈശ്വരൻ, പോസിറ്റീവ് എനർജി, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ആ വ്യക്തിയെയും നിങ്ങളെയും സഹായിക്കുകയും യഥാർത്ഥ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, യഥാർത്ഥ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായി പോകാൻ കഴിയും. ആ പോക്ക് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഈശ്വരൻ കാണിച്ച് നൽകുന്ന വഴി, ആ ഉറപ്പ്, മാനസികമായ ശക്തി നിങ്ങളെ രണ്ടുപേരുടെയും വിജയത്തിലേക്ക് നയിക്കും. ആ വ്യക്തി നിങ്ങൾക്ക് കൃത്യമായ സ്ഥാനങ്ങൾ നൽകും. കാരണം ആ വ്യക്തിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇനി ഒരിക്കലും ആരെയും ആ വ്യക്തി വിശ്വസിക്കില്ല അതിൽ കടന്ന്. പ്രത്യേകിച്ച് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം, അതിന് ആ വ്യക്തി കൃത്യമായി നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രതിഫലം നൽകുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തിയിൽ നിന്നും അതിന് ഉത്തരവും കിട്ടും. ആ വ്യക്തി എന്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ, എന്തൊക്കെ നേട്ടങ്ങൾക്ക് വേണ്ടി, കാരണം പ്രതിസന്ധികളുണ്ടായപ്പോൾ മനസ്സിൽ നിരാശയും തെറ്റൊക്കെ തോന്നിയപ്പോൾ ആ വ്യക്തി കൃത്യമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. തൻ്റെ ഇഷ്ടശക്തിയോട് അകമുരുകി പ്രാർത്ഥിച്ചു. ഞാനും എൻ്റെ വ്യക്തിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർത്തു നൽകണമേ. എൻ്റെ തെറ്റിദ്ധാരണയിലൂടെ ഞാൻ എൻ്റെ വ്യക്തിയെ അവിശ്വസിച്ചു, അതിലൂടെ ഞാൻ എൻ്റെ വ്യക്തിയെ വിഷമിപ്പിച്ചു. അങ്ങനെ ആ ദുഃഖങ്ങൾ മാറ്റിത്തന്ന് ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കണമെന്ന് ആ വ്യക്തി തന്നെ ആ വ്യക്തിയുടെ ഇഷ്ടശക്തിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അങ്ങനെ പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുകയും നിങ്ങൾ കൃത്യമായ ഒരു മുന്നേറ്റത്തോടെ സന്തോഷത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോയി വിജയിക്കുന്ന അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാവും. ഏറ്റവും മഹനീയമായൊരു സ്ഥാനം നിങ്ങൾക്ക് ആ വ്യക്തി നൽകും. ആ വ്യക്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ആ വ്യക്തിക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരാളായിട്ട് നിങ്ങൾ ആകുകയും ചെയ്യും. ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാകുകയും ആർക്കും തകർക്കാൻ കഴിയാതെ, ആർക്കും അതിനോടൊപ്പം കടന്നു വരാൻ കഴിയാത്ത അത്ര ഇഴുകിയ ബന്ധമായി മാറും. നിങ്ങൾ നിങ്ങളുടെ ദുഃഖവും ആ വ്യക്തിയുടെ ദുഃഖവും നിങ്ങളോട് തുറന്നു പറഞ്ഞ് രണ്ടും ഇല്ലാതാക്കുന്നൊരവസ്ഥയിലേക്ക് വരും. ഏറ്റവും മഹനീയമായ സ്ഥാനം നിങ്ങൾക്ക് നൽകും. മറ്റേ ശത്രുക്കളായിട്ടുള്ള ആളുകൾ, നിലവാരമില്ലാത്ത ആളുകൾ, അവർ പറയുന്ന വാക്കുകൾ, അവർ പറയുന്ന തെറ്റിദ്ധരിപ്പിക്കലുകൾ, അതിലൊക്കെ ഒന്നിനൊരു സ്ഥാനവുമില്ല. നിങ്ങളുടെ വ്യക്തി ഏറ്റവും നല്ല സ്ഥാനം നിങ്ങൾക്ക് നൽകി നിങ്ങളെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുതന്നെയായിരിക്കും നിങ്ങളുടെ വിജയവും, അതുതന്നെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. മാത്രമല്ല ആ വ്യക്തിയാൽ നിങ്ങൾ മോട്ടിവേറ്റാവും, ആ വ്യക്തി നിങ്ങളാൽ മോട്ടിവേറ്റാവും. അതായത് നിങ്ങളുടെ ജീവിതം ആ വ്യക്തി അപ്പാടെ പകർത്തും. നിങ്ങളുടെ ജീവിതത്തോട് ആ വ്യക്തിക്ക് നല്ല താല്പര്യം ഉണ്ടാവും. ആ വ്യക്തിക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടും. നിങ്ങളും വളരെ പോസിറ്റീവായിട്ട് ആ വ്യക്തിയെ സ്നേഹിക്കും. അങ്ങനെ ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ആ സ്നേഹബന്ധം ദൃഢമാകുകയും എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളെയും തരണം ചെയ്ത് നിങ്ങൾക്ക് സ്നേഹത്തോടെ ഏറ്റവും നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം കിട്ടും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും ഉതകുന്ന രീതിയിൽ, നിങ്ങൾക്ക് ഏറ്റവും നല്ല നന്മയുണ്ടാകുന്ന, പോസിറ്റീവ് എനർജി
മനസ്സിലേക്ക് വന്ന് നിങ്ങൾക്ക് ഊർജ്ജം ഉണ്ടാകുന്ന ഒരു റീഡിങ് ആക്കാനാണ് നമ്മളെല്ലാം ശ്രമിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്കും ഏറ്റവും നല്ലത് വരട്ടെ.